തിരൂർ ഫാമിലി വെഡ്ഡിംഗ് സെന്ററിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. തിരൂർ ഫാമിലി വെഡ്ഡിംഗ് സെന്ററിൽ വിപുലമായ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം സംഘടിപ്പിച്ചു. റിട്ടയർഡ് നേവി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് നായർ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് നടന്ന പൊതുപരിപാടി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ജനറൽ മാനേജർ MKP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് നേവി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് നായർ, HR പ്രിയ, ഷെബഷു വേൾഡ് ടീം അംഗങ്ങളായ പ്രജിത്ത്, അനിത ഗോവിന്ദ് എന്നിവർ സംസാരിച്ചു. മാനേജ്മെന്റ് അംഗങ്ങളായ ജാഫർ NA, ഷിബിൽ അഹമ്മദ്, ജസ്നസ്, റൈസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മാനേജ്മെന്റ് അംഗം സക്കീർ ഹുസൈൻ സ്വാഗതവും ചീഫ് ഡിസൈനർ നൌഷാദ് ഹംസ നന്ദിയും പറഞ്ഞു. തുടർന്ന് ടീം മെമ്പർമാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചടങ്ങിൽ റിട്ടയർഡ് നേവി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് നായർക്ക് മാനേജ്മെന്റ് അംഗം ജിയാദ് ജൌഹർ ഉപഹാരം കൈമാറി. ദേശ സ്നേഹവും ഐക്യവും വിളിച്ചോതിയ ചടങ്ങിൽ ഫാമിലി വെഡ്ഡിംഗ് സെന്ററിലെ ജീവനക്കാരും മാനേജ്മെന്റ് അംഗങ്ങളും സജീവമായി പങ്കെടുത്തു. നമുക്കറിയാം, ജാലിയൻവാലാബാഗിന്റെ കൂട്ടക്കുരുതി, അതേപോലെ ദണ്ഡിയാത്രയും കിറ്റിന്റെ സമരമൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. ചരിത്രം പഠിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിലും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ജാലിയൻവാലാബാഗ് എന്താണ് ദണ്ഡി സമരം, എന്താണ് കിറ്റിന്റെ സമരം, ഇതൊക്കെ തന്നെ മനസ്സിലാക്കുമ്പോഴാണ് ഇന്ത്യന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിന്റെ മതിൽ നമുക്ക് കിട്ടാൻ കഴിയുള്ളൂ. ഇന്നലെ രാത്രി എന്നോട് 10 മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞ് ഡ്യൂട്ടി ഡ്രസ് വേണ്ട, എക്സിക്യൂട്ടീവ് ലുക്കിൽ വരണമെന്ന് പറഞ്ഞു. എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. രാവിലെ ഇവിടെ വന്ന് ഇത്ര നേരമായിട്ട് ഇപ്പോഴാണ് എന്നോട് പറയുന്നത് ഇന്നുവരെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇതേമാതിരി സുരേഷേട്ടൻ വേണം ഉയർത്താന്ന് പറയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വണ്ടറായി പോവുകയാണ്. ഇന്ത്യൻ ഡിഫൻസിനെ വന്നിട്ട് 3 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഒന്ന് നാവികസേന, ഒന്ന് വ്യോമസേന, ഒന്ന് ആർമഡ് ഫോഴ്സ്. അങ്ങനെ 3 ആയിട്ട് തരംതിരിക്കും. ഇതില് നാവികസേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പൽപ്പട, വ്യോമസേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനപ്പട, ആർമഡ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാൽപ്പട. അങ്ങനെ 3 ആയിട്ട് തരംതിരിച്ച് 3 വിഭാഗങ്ങളിലാണ് നമ്മുടെ ഡിഫൻസ് വർക്കാവുന്നത്. ഇതില് നാവികസേനയിലായിരുന്നു ഞാൻ. ഒന്ന് ഓർമ്മിക്കണം, അവർക്ക് അനുഭവിച്ച സഹനശക്തി, നമ്മുടെ ഈ ഒരു രാജ്യത്തിന് വേണ്ടി അവർ അനുഭവിച്ച ത്യാഗങ്ങൾ, അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. ഒരുപാട് ദീർഘിപ്പിച്ച് പറയാനല്ല, നമ്മളെ ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഈ ഒരു രാജ്യത്തിന് വേണ്ടി, നമ്മുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നല്ലൊരു പൗരന്മാരായി, നല്ല ആളുകളായി, നല്ല മനസ്സോടുകൂടി നമ്മുടെ ഈ ഒരു രാജ്യത്തെയും ഇതിന്റെ എല്ലാ നിയമങ്ങളെയും നിയമാവലികളെയും അനുസരിച്ച് ജീവിക്കാനും നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കട്ടെ. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.